വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ പ്രതിഷേധിച്ച് UDF വയനാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം തുടരുന്നു. അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. അതിനിടെ വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ നഷ്ടപരിഹാരം നൽകിയതിനെതിരെ BJP കർണാടക ഘടകം രംഗത്തെത്തി. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ ജനരോഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് UDFന്റെ 24 മണിക്കൂർ ഉപരോധ സമരം. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരാണ് സമരത്തിൽ അണിചേർന്നത്. കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ വന്യമൃഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള അജണ്ട ഗവൺമെന്റില്ല. നിങ്ങൾക്ക് കോടതിയിൽ പറഞ്ഞാൽ പോരെ, കോടതി ഉത്തരവുണ്ട്. കോടതിയിലെ ഒരു വാദം മാത്രമേ കേൾക്കുന്നുള്ളൂ. സർക്കാരിന് പറയേണ്ട വാദം കേൾക്കുന്നില്ല. കാരണം സർക്കാരിന് ഒരു പദ്ധതിയില്ല. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ചെന്നിത്തല ഉന്നയിച്ചത്. അതേസമയം കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ നഷ്ടപരിഹാരം നൽകിയതിനെതിരെ BJP കർണാടക ഘടകം രംഗത്തെത്തി. കർണാടകയിലെ ജനങ്ങളുടെ നികുതിപ്പണം ഗാന്ധി കുടുംബത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ദൂർത്തടിക്കുന്നുവെന്നാണ് വിമർശനം. 24 വയനാട്.